സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കൂ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ശ്രദ്ധിക്കുക, ദൈവം ഈ സഭയോട് പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല എന്ന്. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നീ ശീതോഷ്ണവാനായിരിക്കുന്നു. ഇന്ന് അനേകം ക്രിസ്ത്യാനികളുടെ സ്ഥിതി ഇങ്ങനെയാണ്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. നീ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുന്നതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ എന്തു ചെയ്യുമെന്നാണ്? ഉമിണ്ണുകളയുമെന്നാണ് പറയുന്നത്. നാം ശീതോഷ്ണവാനാണെങ്കിലും നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു? എവിടെയാണുള്ളത്? അവൻ്റെ വായിൽ തന്നെയാണ്. ഇനിയും നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. നീ ശീതോഷ്ണവാന്റെ അവസ്ഥയിലേക്ക് വീണുപോയെങ്കിലും, അതിൻ്റെ ഫലമായി നിന്റെ ജീവിതത്തിൽ ഞെരുക്കവും കഷ്ടവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ അവനെതിരായി നിനക്കിഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചാലും, ഇപ്പോഴും സഹിക്കുകയാണ്, ഇപ്പോഴും അവൻ ക്ഷമിക്കുകയാണ്, ഇപ്പോഴും അവൻ നിന്നെ തള്ളിക്കളയാതെ, നിന്നെ ഉമിണ്ണുകളയാതെ. ഉമിണ്ണുകളയുമെന്ന് പറയുമ്പോൾ, ബൈബിളിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? നിന്നെ ഞാൻ ഛർദ്ദിച്ചു കളയും, തുപ്പിക്കളയും. ഛർദ്ദിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഛർദിൽ വായിലുണ്ടെങ്കിൽ അത് സഹിക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് ആകുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്ന് പറഞ്ഞ് വായ അടച്ചവർ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ദൈവം നിന്നെ ഛർദ്ദിച്ചു കളയാതെ എത്രമാത്രം സഹിച്ച് നിൽക്കുകയാണെന്നറിയാമോ? അങ്ങനെ നിന്നോട് ക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അതിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ കൂടി ഒരുപക്ഷെ ദൈവം നിനക്ക് വാണിംഗ് നൽകുകയായിരിക്കും, നിനക്ക് ശാസന നൽകുകയായിരിക്കും. എത്ര കാലമായിട്ട് നീ ഒരു കപട ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നു, വേഷധാരിയായിട്ട് നിൽക്കുന്നു, പാതി വിശ്വാസത്തിൽ നീ ജീവിക്കുന്നു, ജഡീകനായ വ്യക്തിയായിട്ടാണ് നീ ജീവിക്കുന്നത്. ദൈവം നിന്നെ തള്ളിക്കളയുവാൻ ചിന്തിച്ചതാണ്. എന്നാൽ ഇനി ചെറിയൊരു മുന്നറിയിപ്പ് കൊടുത്തു കളയാം. ഒരിക്കൽ കൂടി ഈ വ്യക്തിയോട് കരുണ കാണിക്കാം എന്ന് പറഞ്ഞ് ദൈവം താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ ആത്മീയ ജീവിതത്തെ ശരിയാക്കിയെടുക്കുക. നീ ശീതോഷ്ണവാനാകുകയാണെങ്കിൽ നിന്നെ അവൻ ഉമിണ്ണുകളയാനിടയാകും. 17-ാം വാക്യം: ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നു അറിയായികയാൽ. എന്താണ് ദൈവം പറയുന്നത്? നീ നിർഭാഗ്യനും നീ അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആയിരിക്കുന്നുവെന്ന് അറിയായികയാൽ. എനിക്കൊന്നിനും മുട്ടില്ല. എനിക്ക് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ദൈവദാസന്മാരുണ്ട്. ഇന്ന് ചിലർ പറയുന്ന ഇതാണ്: ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർമാർ എന്തു ചെയ്യും? പാസ്റ്റർമാർ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി. വേറെ പണിയൊന്നുമില്ല പാസ്റ്റർമാർക്ക്. വേറെ പണി എന്താണ്? ഞങ്ങൾ TV ക്ലബിൽ ജോയിൻ ആയിട്ടുണ്ടല്ലോ. പാസ്റ്റർമാർക്ക് വേറെ എന്താണ് പണി? അവർക്ക് ദശാംശം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് എന്ത് കഷ്ടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും വേദന വന്നാലും പ്രാർത്ഥിക്കുന്നത് മാത്രം ദൈവദാസന്റെ പണിയാണ്. ശരിയാണോ? ശരിയാണോ? നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി 100 പേർ പ്രാർത്ഥന ചെയ്താലും നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എങ്കിൽ, നിനക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരിക്കലും പ്രവേശനം ഇല്ല. വിശ്വാസം എന്നത് വ്യക്തിപരമായതാണ്. ദൈവദാസന്മാരായിരിക്കുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ നടത്തുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളുടെ പക്ഷത്തു നിന്ന് നിങ്ങൾക്കും ദൈവത്തിനും മധ്യസ്ഥനായി നിൽക്കുന്നതിന് വേണ്ടിയുള്ളവനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ മധ്യസ്ഥൻ ഒരുവനാണ്. അതാരാണ്? നമ്മുടെ പാസ്റ്ററാണോ? യേശു ക്രിസ്തുവാകുന്നു. അവൻ്റെ അരികിലേക്ക് പോവുക. സഭയിൽ വരുന്ന എല്ലാവരെയും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയം ഒന്ന് ഇതാണ്: നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ദൈവവുമായി സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവമായിട്ട് നിങ്ങൾ എപ്പോഴും പങ്കുവയ്ക്കുന്നവരായിരിക്കണം.
നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളത് പ്രാപിച്ചെടുക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഭാരം നിങ്ങൾക്കത് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കമുള്ളവരാണെന്നാൽ നിങ്ങളെ ഒരു കൈ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളവരാണ്. അല്ലാതെ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പക്ഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ളവർ അല്ല. നീ ദരിദ്രനും നീ കുരുടനും നഗ്നനും എന്നറിയാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം എന്ത് വിലയാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ MA വരെ പഠിച്ചു, BA വരെ പഠിച്ചു, ഞാൻ ആദ്യം ഇത് ചെയ്തു. ഒരു ദിവസം ഇങ്ങനെ തന്നെ ഞാൻ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എടാ മദ്യപാനി, യൗവനക്കാരാ, നീ നരകത്തിലേക്ക് പോകും. അപ്പോൾ ഒരു മദ്യപാനി അതിലെ പോകുകയാണ്. എടാ ആരടാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? അപ്പോൾ അടുത്ത് നിന്ന വ്യക്തി പറഞ്ഞു, എടാ നിന്നെയല്ല, ആ ദൈവദാസൻ പ്രസംഗിക്കുകയാണ്, നിന്റെ കാര്യമല്ലെന്ന്. അപ്പോൾ വീണ്ടും ദൈവദാസന്റെ പ്രസംഗം വന്നുകൊണ്ടിരിക്കുന്നു. അരേക്കർ വസ്തു ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്റെ വസ്തു നിന്നോടൊപ്പം വരില്ല. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇയാൾക്ക് അരേക്കർ വസ്തു ഉണ്ടായിരുന്നു. നോക്ക്, ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? ഇന്ന് ഈ പാസിന്റെ തല ഞാനിന്ന് അടിച്ചു പൊട്ടിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വളരെ ദേഷ്യത്തോടുകൂടി ഓടി വരികയാണ്. അന്ന് ഈ കാലത്തെ കൂട്ടൽ, അന്ന് പന്തലുകളാണുള്ളത്. എന്താണ്, മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് അതിന്റെ മുകളിൽ ടാർപ്പയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് പന്തൽ കെട്ടാനിടയാകും. അതിന്റെ വശങ്ങളിൽ തുണിയൊക്കെ വലിച്ചു കെട്ടി നല്ല വൃത്തിയാക്കും. അതുപോലെ വലിയൊരു ഡ്രം കാണും. ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നുമല്ല. ആ ഡ്രമ്മിലത്തെ ഡം 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 എന്ന് പറഞ്ഞ് അടിക്കുവാനിടയാകും. അയാൾ ഓടി വന്നിട്ട് ആ പന്തലിൽ നിന്നൊരു കമ്പ് വലിച്ചൂരിയെടുത്തിട്ട് ദൈവദാസനെ അടിക്കാൻ വേണ്ടി വരികയാണ്. വന്ന ആളുകളെല്ലാം വളരെ ഭയത്തോടു കൂടി നോക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച്. എന്നെക്കുറിച്ച് പറയുമോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വന്ന വ്യക്തി നേരെ വന്നിട്ട് അടിക്കാൻ ഓങ്ങി. എന്നാൽ അവിടെ തന്നെ വീണിട്ട്, എൻ്റെ നടുവൊടിഞ്ഞ് എന്നെ ആരോ തല്ലിയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ആ ദൈവദാസൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴെ ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, ദൈവദാസ, അങ്ങനെക്കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അങ്ങനെ വിചാരിച്ച് തല്ലാൻ വന്നു. ഇപ്പോൾ എന്നെ ആരോ തല്ലിയിരിക്കുന്നു. എനിക്കിപ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല, നടുവനക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ദൈവദാസൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മുൻപത്തെ വരിയിൽ കൊണ്ട് ഇരുത്തിയിട്ട് ദൈവവചനമൊക്കെ കേൾപ്പിച്ചു. അവസാനം അദ്ദേഹം മാനസാന്തരപ്പെട്ട ഒരു ദൈവദാസനായിട്ട് മാറി. എന്താണ്, ഈ കാലത്തുള്ള മനുഷ്യർക്ക് സത്യമായിട്ടുള്ള ഹൃദയത്തെ ശോധന ചെയ്തിട്ട് തെറ്റുകൾ വെളിപ്പെടുത്തുന്ന സത്യവചനം ആവശ്യമില്ല. നീ ദരിദ്രനും നഗ്നനുമാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവിനെ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇവരുടെ കയ്യിലിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. പ്രാപിച്ചു. അന്നേരം എല്ലാവരും കൂടെ താഴെ വീഴും. കിട്ടിപ്പോയി എന്ന് പറയും. എന്ത് കിട്ടി? ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവദാസന്മാർ നേരെ നിൽക്കുന്ന ആളുകളെ തള്ളിയിടുന്നത്? ദൈവം എന്നോട് ക്ഷമിക്കുമാറാകട്ടെ. ദൈവദാസന്മാരെ എനിക്ക് വിമർശിക്കാൻ കഴിയില്ല. എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലർ വീഴാറുണ്ട്. ഭൂതം ബാധിച്ച ആളുകൾ വീഴാറുണ്ട്. അവർ വീട് കിടക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീണ് കിടക്കുന്ന അവരെ ഞാൻ എഴുന്നേൽപ്പിക്കാനിടയാകും. അങ്ങനെ അവരെ എഴുന്നേൽപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വെള്ളം കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞുവിടും. ഇവിടെ വീണവരെ എഴുന്നേൽപ്പിക്കുന്നത് കാണുന്നില്ല. എന്താണ് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതല്ല കാര്യം. പരിശുദ്ധാത്മാവ് വന്നോ എന്ന് പറയുന്നു. വന്നു പോകുന്നതിന് വേണ്ടി ഇതെന്താ ഫിക്സ് ആണോ? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നിങ്ങൾ എപ്പോഴും പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്നുപേരും സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങളുടെ മേലിലേക്ക് അയക്കും. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തി തരും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്ന സമയത്ത് അവന്റെ തെറ്റുകളെ കണ്ടിട്ട് പശ്ചാത്തപിക്കുവാനിടയാകും. കർത്താവിന്റെ മഹത്വത്തെ കണ്ടിട്ട് ആശ്വസിക്കാനിടയാകും. വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് തന്റെ ഹൃദയത്തെ നേരെയാക്കുവാനിടയാകും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പണി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ രോഗം മാറ്റുകയല്ല, അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്നതായ പാപ സ്വഭാവത്തിൽ നിന്നും അവനെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവില്ലാതെ മാനസാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മെക്കൊണ്ടത് കഴിയുകയുമില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ യേശുക്രിസ്തു തന്റെ കർത്താവാണെന്ന് ഒരു വ്യക്തിക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് തീർച്ചയായും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയെ പരിപൂർണതയിലേക്ക് നടത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ശരിയായി പ്രാർത്ഥിക്കുവാൻ നമുക്കറിയാത്തത് കൊണ്ട് ഉച്ചരിച്ചുകൂടാത്തതായ വാക്കുകളാൽ ആത്മാവിന്റെ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവുള്ള വ്യക്തി പ്രാർത്ഥിക്കുവാനിടയാകും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി വിശുദ്ധിയായി ജീവിക്കും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി ജയാളിയായി ജീവിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതായ, ദൈവത്തിനു വേണ്ടി പ്രകാശിക്കുന്നതായ ഒരു വ്യക്തിയായിട്ടാണോ നീ ആയിരിക്കുന്നത്? അതോ തണുത്തുറഞ്ഞ് ഒരു നാമധേയ ക്രിസ്ത്യാനിയായി മാത്രം, ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ, ആശ്രയിക്കാതെ, ദൈവത്തെ സ്വയം ലാഭത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയായിട്ടാണോ ഉള്ളത്? പൗലോസ് പറഞ്ഞു, ഈ ലോകത്തിലെ അനുഗ്രഹത്തിനു വേണ്ടി മാത്രം, ഈ ലോകത്തിൽ വരുവാനുള്ളതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ അനുഗമിക്കുന്നവരാകുന്നു നമ്മളെങ്കിൽ നമ്മെപ്പോലെ ഭോഷന്മാർ മറ്റാരും തന്നെയില്ല എന്ന്. യേശുവിനെ അനുഗമിക്കുന്നത് രോഗം മാറുവാനും ദുഃഖം മാറുന്നതിനും വേണ്ടിയല്ല, നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. ശാശ്വതമായ നിത്യജീവന്റെ അവകാശിയായി മാറുന്നതിന് വേണ്ടിയാണ്. ഈ ദിവസം മുതൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന വിഷയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നീ ശീതോഷ്ണവാനായിരിക്കുന്നതായ അവസ്ഥയിലാകുന്നുവെങ്കിൽ നിന്നെ ദൈവം ഉമിണ്ണ് കളയുന്നതിന് മുൻപേ നിന്റെ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പശ്ചാത്തപിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഞാൻ കള്ളം പറയുകയില്ല, ഞാൻ മോഷ്ടിക്കുകയില്ല, ഞാൻ കള്ളയൊപ്പ് ഇടുകയില്ല, ഞാൻ കൈക്കൂലി വാങ്ങില്ല, ഞാൻ പലിശ വാങ്ങില്ല എന്ന് പറയാൻ കഴിയുമോ? ഞാൻ മദ്യം കുടിക്കുകയില്ല, ഞാൻ സിഗരറ്റ് വലിക്കുകയില്ല, പരസ്ത്രീയെ ഞാൻ നോക്കുകയില്ല, ചീത്ത കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടില്ല എന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ ഒരാൾക്ക് അന്യായം പ്രവർത്തിക്കില്ല, മറ്റുള്ളവർക്കെതിരെ ദോഷം ചെയ്യില്ല, മറ്റുള്ളവർക്കെതിരെ ഞാൻ പ്രവർത്തിക്കില്ല, വീണുകിടക്കുന്നവനെ കണ്ടിട്ട് ഞാൻ പരിഹസിച്ച് ചിരിക്കില്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, കഴിയുമെങ്കിൽ കരമുയർത്തി വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുവാൻ കഴിയുമോ? യേശുവിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? അവർ എങ്ങനെയിരിക്കും? നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ നിന്നിൽ കാണാൻ കഴിയണം. ക്രിസ്ത്യാനികൾ എന്ന പേര് എങ്ങനെ വന്നതെന്നറിയാമോ? ക്രിസ്തുവിനെ പോലെ ഇവർ ജീവിക്കുന്നു എന്ന് യേശുവിന്റെ ശിഷ്യന്മാരെ കണ്ട അന്ത്യോക്യയിലുള്ളതായ ആളുകൾ നോക്കുമ്പോൾ ഇവർ യേശുവിനെ പോലെയാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ എന്ന പേരിട്ടു. അതൊരു മതമോ കുലമോ ജാതിയോ അല്ല. വ്യത്യസ്ത ഭാഷക്കാരും ദേശക്കാരും സംസ്കാരക്കാരും ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ വ്യത്യാസം കാണപ്പെടണം, അവരുടെ ജീവിതങ്ങളിൽ വിശുദ്ധി കാണപ്പെടണം, അവരുടെ ജീവിതത്തിൽ സൗമ്യത കാണപ്പെടണം, അവരിൽ യേശുവിനെ കാണുവാനിടയാകണം. എത്ര ആളുകൾക്ക് ഇന്ന് പറയുവാൻ കഴിയും, ഞാൻ യേശുക്രിസ്തുവിനെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി വിശുദ്ധിയുള്ളതായ ജീവിതം നയിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് എത്ര ആളുകൾക്ക് ആശിക്കുവാൻ കഴിയും, ആഗ്രഹിക്കുവാൻ കഴിയും? ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ ലജ്ജത നിനക്ക് വെളിപ്പെടാതെ വണ്ണം ഞാൻ നൽകുന്നതായ വെള്ളവസ്ത്രം നീ ധരിക്കുക എന്ന് യേശു പറയുന്നു. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ഞാൻ നൽകുന്ന ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ദിവസം ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ട് തന്നെ പുറമെ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട്, വിശ്വാസിയായിട്ട്, കൊയറിൽ പാടുന്ന വ്യക്തിയായിട്ട്, അങ്ങനെ എത്രയോ ആളുകൾ ഈ കാലത്ത് ഒരു ആത്മീയനായിട്ട് പുറമെ ഭാവിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആരെയും വഞ്ചിക്കാൻ കഴിയും. എന്നാൽ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, നീ കിടക്കുന്നതും, നീ നടക്കുന്നതും, നിന്റെ നോട്ടവും ഭാവവും നിന്റെ സമസ്തവും അറിയുന്നതായ കർത്താവിനെ വഞ്ചിക്കാൻ കഴിയില്ല. ഒരു വാക്കു നീ വായിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന കർത്താവിനെ വഞ്ചിക്കുവാൻ കഴിയില്ല. ഇരുട്ടിൽ വസിച്ചാലും ഇരുട്ടുപോലും അവന് മറവായിരിക്കുകയില്ല. ആയുള്ള ദൈവത്തിനെ നിനക്ക് മറയ്ക്കുവാൻ കഴിയില്ല. എത്ര കാലം നാമധേയ ക്രിസ്ത്യാനിയായി, തണുത്തുപോയ ഒരു ക്രിസ്ത്യാനിയായി, ശീതോഷ്ണവാനായ ക്രിസ്ത്യാനിയായി, പേരുമാത്രം ക്രിസ്ത്യാനി നിട്ട് നീ എത്ര കാലം ജീവിക്കും? നമുക്ക് ഉണർവോടെയായിരിക്കാം. കർത്താവ് വേഗത്തിൽ വരാൻ പോകുന്നു, വേഗത്തിൽ വരുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവ് വിളിച്ചറിയിക്കുന്നു. കർത്താവ് പറഞ്ഞ അടയാളങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, വിശ്വാസം കാണുവാൻ കഴിയുന്നില്ല, സ്നേഹം തണുത്തുപോയിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും തെറ്റിച്ചു കളയുന്നതിനു വേണ്ടി കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അവർ പ്രസംഗിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ അത്ഭുതങ്ങൾ ചെയ്യും. വഞ്ചിതരാകരുത്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരായി കാക്കുക. നിനക്കുള്ള രോഗങ്ങളെല്ലാം സൗഖ്യമായി മാറിയാലും, എത്രയോ നന്മകൾ ജീവിതത്തിൽ ഉണ്ടായാലും, ശാരീരിക സംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിനക്ക് ഉണ്ടായാലും, നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ല എങ്കിൽ സ്വർഗത്തിലേക്ക് നിനക്ക് കടക്കുവാൻ കഴിയില്ല. എല്ലാ വ്യക്തികളും കണ്ണുകളെ അടയ്ക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു അത്ഭുത കാര്യത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിന്റെ സ്ഥിതികൾ നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ട്
നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏതു രീതിയിലായിരിക്കുന്നു എന്ന് നിന്നെ തന്നെ തിരിച്ചറിയേണ്ടതിന്, നിന്നെ സർവ്വസത്യത്തിലേക്കും നടത്തുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അതിശ്രേഷ്ഠമായ സമയമാണ്. കർത്താവ് നിന്നെ ദർശിക്കുന്ന സമയമാണിത്. നിന്നെ തുപ്പിക്കളയാതെ നിന്നെ അനുഗ്രഹിക്കുന്നതായ സമയമാണിത്. നീ എത്രയോ വർഷങ്ങളായിട്ട് പിശാചിനെ ഭയപ്പെട്ട് അവന്റെ കൈകളിൽ നിന്റെ ജീവിതം ഞെരിഞ്ഞ് അമർന്ന് തീരുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ കർത്താവ് നിന്നെ വിടുവിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യയിലേക്ക് അയക്കാനിടയായി. നിനക്കൊരു അവസാന അവസരമായിരിക്കാം. കർത്താവ് നിന്നെ ഉമിണ്ണുകളയുന്നതിന് മുൻപ് തന്നെ നീ കർത്താവിന്റെ പാദത്തിൽ വീഴുകയാണെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കാനിടയാകും. അവൻ രക്ഷിക്കും, വിടുവിക്കും. അവനോടൊപ്പം സ്വർഗത്തിലിരിക്കുവാനുള്ള ഭാഗ്യത്തെ നൽകുവാനിടയാകും. സഹോദര, സഹോദരി, വായ് തുറന്ന് പ്രാർത്ഥിക്കുക. ഇതാകുന്നു അവസാന അവസരം, ഇതാകുന്നു അവസാന അവസരം. ഞാൻ പാപിയാകുന്നു കർത്താവേ, ഞാൻ ദുഷ്ടനാകുന്നു കർത്താവേ, ഞാൻ അശുദ്ധമായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുത്തു. മനുഷ്യർ ആരും തന്നെ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് രഹസ്യമായി പാപങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഇടയാകുന്നു. ആരും അറിയാതെ എന്റെ ഹൃദയത്തിൽ മുഴുവൻ ദുർഗന്ധം വമിക്കുകയാണ്. കർത്താവേ, എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ച് കളയുകയാണ്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്നെ ഉമിണ്ണുകളയരുതേ, എന്നെ ഉമിണ്ണുകളയരുതേ. നീ എന്നെ തള്ളിക്കളഞ്ഞാൽ എനിക്ക് മറ്റൊരു ആശ്രയവും സ്ഥിതിയുമില്ല. ഞാൻ ജീവിതത്തെ ദൗർഭാഗ്യവനായിട്ട് മാറിപ്പോകും. നിത്യനരകത്തിലേക്ക് ഞാൻ പോകേണ്ടി വരും കർത്താവേ. അഗ്നി നരകത്തിലേക്ക് ഞാൻ വീഴേണ്ടി വരും അപ്പാ. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന്. ഞാൻ വിശ്വസിക്കുന്നു നീ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എനിക്ക് വേണ്ടി നീ ക്രൂശിൽ പ്രാണൻ നൽകിയിരിക്കുന്നുവെന്ന്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ അതിവേഗം വരാൻ പോകുകയാകുന്നുവെന്ന്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എന്നെ മാറ്റണമേ കർത്താവേ. ഈ ഭൂമിയിൽ ഞാൻ നിന്റെ സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയോടുകൂടെ ഞാൻ ജീവിക്കാം കർത്താവേ. നിന്റെ സാക്ഷിയായി ഞാൻ ജീവിക്കാം. എനിക്ക് കഴിയുന്നില്ല, എന്നെ നീ സഹായിക്കണമേ. എനിക്ക് കഴിയുന്നില്ല, എന്നെ നീ സഹായിക്കണമേ കർത്താവേ. പലപ്പോഴും ഞാൻ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു, എന്നാൽ ഞാൻ പലപ്പോഴും വീണു പോകുന്നപ്പാ. എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് കഴിയുന്നില്ല എന്ന വാസ്തവം ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കരം പിടിക്കണമേ കർത്താവേ, എന്നെ നടത്തണമേ കർത്താവേ. വായു തുറന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. ഹൃദയങ്ങളിൽ നിന്ന് വരുന്നതായ വിങ്ങലുകൾ നീ കേൾക്കുമാറാകണമേ. രോദനങ്ങൾ നീ ശ്രദ്ധിക്കുമാറാകണമേ. എത്രയോ തവണ നിനക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് അനുസരണക്കേട് കാണിച്ച് പിശാചിനടിമയായി പോയ ആളുകളെ നീ ദർശിക്കണമേ. ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ, നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നവരെ നീ ദർശിക്കുമാറാകണമേ. ഇത്രയും കാലം ഞങ്ങളെ തന്നെ ഞങ്ങൾ വഞ്ചിക്കുകയായിരുന്നു. ഞങ്ങൾ നന്നായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആത്മീയമായി വീണു പോവുകയായിരുന്നു. ഈ കൂട്ടത്തിൽ പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനമെന്ന ദുശീലത്തിൽ അകപ്പെട്ടിട്ട് വെളിയിൽ വരുവാൻ കഴിയാതെ, വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ബന്ധിതരായിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ലോകത്തെ വിശ്വസിച്ച്, പാപത്തെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട് പാപം മാറ്റുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ, ബന്ധിതരായിരിക്കുന്ന ദുഷ്ടത മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. അവർക്ക് നീ വലിയ വിടുതൽ നൽകുമാറാകണമേ. ഈ കൂട്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും നിത്യനരകത്തിലേക്ക് പോകുവാൻ പാടില്ലപ്പാ. അവർ തള്ളപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. എല്ലാ വ്യക്തികളും അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ കൊടുക്കുന്നതായ രക്ഷയെ പ്രാപിച്ചെടുത്ത് ഈ ലോകത്ത് നിന്റെ സാക്ഷികളായി കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളായിട്ട് പ്രകാശിക്കാൻ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ദൗർഭാഗ്യരല്ല എന്നും, ഞങ്ങൾ ദുഷ്ടന്മാരല്ല എന്നും, ഗതികെട്ട ആളുകളല്ല എന്നും, ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്നും, നീതിമാന്മാരെ മാറ്റപ്പെട്ട ആളുകളാണെന്നും, വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണം. നിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളെ കാണുന്നതിന്, വചനത്തിന്റെ ശക്തിയെ അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ